എന്നെങ്കിലും ക്യൂൻസ് പോയാൽ ആ ഹോസ്പിറ്റലിന്റെ വാതിൽക്കൽ വരുന്നു, തൊഴുന്നു, ഓടുന്നു, പോകുന്നു, വരുന്നു. നമ്മൾ പ്രാർത്ഥിക്കും, എനിക്കും എന്റെ കൊച്ചച്ഛനും എന്റെ കുഞ്ഞച്ഛനും എന്റെ അളിയനും രക്ഷപ്പെടണേ. നമ്മളെ വിളിക്കേണ്ട പേരാണ് സ്വാർത്ഥജനങ്ങൾ. കിട്ടിയതൊന്നും നമുക്ക് തൃപ്തിയില്ല. മഹാദേവനൊക്കെ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്, സകലതും തന്നു. അവിടത്തേക്ക് തരാൻ പറ്റാൻ നടത്തി തന്ന 6-8 എഴുതാനൊക്കെ തരാനുണ്ട്. ഒരു മര്യാദയോട് ഒരു മര്യാദ വേണ്ടേ? കുറെ കാലം തുടങ്ങിയാണ് ശാസ്ത്രലോകം. എന്തുകൊണ്ടാണെന്ന് അറിയോ? നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. പോപ്പുലർ സയൻസ് നോക്കിക്കോളൂ. ഏറ്റവും കുറഞ്ഞ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ക്വാണ്ടം ഫിസിക്സിലാണ്. ഒരു പ്രശ്നം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. നമുക്ക് തീരെ ധാരണയില്ല. മാക്സ് പ്ലാങ്കിന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഊർജം എന്ന് പറയുന്നത് ജലം പോലെ ഒഴുകുകയല്ല, മറിച്ച് തടിക്കഷ്ണങ്ങൾ ഒരു പ്രതലത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പോലെ സ്മോൾ പാക്കറ്റ്സ് ഓഫ് ക്വാണ്ടാസ് ആണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പം അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ മെക്കാനിക്സ് ഓടുന്നുള്ളതിൽ. സിലോജിക്കൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അന്നത് ശ്രദ്ധ നേടിയതുമില്ല. 1900-ലാണ് ഈ മെക്കാനിക്സ് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അതികായനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ 1905 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടം മെക്കാനിക്സിനെ ഉപയോഗിച്ചപ്പോഴാണ് അതിന് ജീവൻ വെച്ച് തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് വെർണർ ഹൈസൻബർഗ് വന്നു. അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ലോകം അന്തം വിട്ടു. കാരണം എന്താ? ഒരു ഇലക്ട്രോണിന്റെ വെലോസിറ്റിയും മൊമെന്റവും ഒരു സമയത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന ഹമ്പരപ്പിക്കുന്ന ഒന്നിനും ഒരു നിശ്ചയവും നമുക്കില്ല എന്ന് പച്ചക്ക് ഫിസിക്സുകാർ പറഞ്ഞു. കാരണം ക്വാണ്ടം മെക്കാനിക്സ് നിൽക്കുന്നത് പ്രോബബിലിറ്റിയുടെ ബേസിലാണ്. അനിശ്ചിതത്വ തത്വം എന്നാണ് അതിന് പറയുന്നത് തന്നെ. ക്വാണ്ടം ടണലിംഗ് നമുക്ക് മനസ്സിലാവുന്നതല്ല. ഒരു ഇലക്ട്രോൺ തന്നെ ഒരേ സമയം 2 ഹോളിലൂടെ പോവുകയും പോകാതിരിക്കുകയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്ന തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഷ്രൗഡിംഗർ വേവ് ഇക്വേഷനിലേക്കും, തുടർന്ന് ഒരു പൂച്ച ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുമ്പം മറ്റൊരു പ്രപഞ്ചത്തിൽ മരിച്ചേക്കാം എന്ന പരിഹാസ്യപൂർണമായ പരീക്ഷണങ്ങളിലേക്കും വഴിതിരി. അതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ തന്നെ ആത്മകഥയിൽ ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസിൽ അവസാനം പറഞ്ഞു വെച്ചു, quantum mechanics says a lot of, but God does not play dice. ദൈവം പകിടകളിക്കാരനല്ല എന്ന് പറഞ്ഞു ഐൻസ്റ്റൈൻ. അതിന് അദ്ദേഹം ഒരുപാട് പഴി കേൾക്കുകയും ചെയ്തു. ഇതാണ് മഹാദേവൻ. അറിയാൻ ശ്രമിക്കണം. അറിവാണ് മഹാദേവൻ. മഹാദേവന്റെ സ്വരൂപം എന്താണ്? അറിവ് തന്നെയാണ്. അതാണ് രുദ്രയാമള തന്ത്രത്തിലെ ശക്തി പഞ്ചാക്ഷരി ശ്ലോകം കണ്ടുപിട വന്നപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. മൂലേ കൽപദ്രുമസ്യ ദ്രുതകനകനിഭം ചാരുമത്മാസനസ്ഥം വാമാങ്കാരൂഢാഗൗരീ നിബിഡഭുജപരാഭോഗകാടോപഗൂഢം നാനാലങ്കാരയുക്തം ഭഗവരശ്വജാഭീതിഹസ്തം നേത്രം വന്ദേ ബാലയന്തു ഗൗരീം ഗജവദനാഗുഹ ആസ്പൃഷ്ടപാർശ്വം മഹേശം. ശിവപരിവാണന്റെ രൂപം വർണ്ണിക്കുകയാണ്. ആരാണ് ശിവൻ എന്ന് പറയുകയാണ്. പെരിങ്ങനാട് മഹാദേവൻ ആരാണ്? മൂലേ കൽപദ്രുമസ്യ. കൽപവൃക്ഷം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിലെ നട്ടൽ, അതിന്റെ നായ്ത്തടി, ബ്രെയിൻ അതിന്റെ മുകളിലത്തെ പാർട്ട്. ആ കൽപവൃക്ഷത്തിന്റെ വിശദീകരണം ഗീതയില് പുരുഷോത്തമ യോഗത്തിൽ പറയും ഊർധ്വമൂലം അധശാഖ. സാധാരണ വൃക്ഷങ്ങൾക്ക് വേരെവിടെയാണ്? സാധാരണ വൃക്ഷത്തിന് വേരെവിടെയാണ്? എന്തിനെ എന്നെങ്ങനെ നോക്കിപ്പോ എടുപ്പിക്കണമെന്നില്ല. സാധാരണ വൃക്ഷത്തിന് വേര് താഴെയല്ലേ? ഈ വൃക്ഷത്തിന്റെ വേരെവിടെയാ? ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം. ഒരിക്കലും അവിടെ അദ്ദേഹം ഈശ്വരനെ കണ്ടതേയില്ല. അങ്ങനെ കൽക്കട്ടയിൽ കഴിയുന്ന കാലഘട്ടത്തിൽ സൗമ്യനാണ് ആള്. അസാമാന്യമായ
ആദരവ് എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഈശ്വരവിശ്വാസിയായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന് ആ കമ്പനിയുടെ ഏറ്റവും മുകളിലുള്ള പൊസിഷനിലേക്ക് പ്രമോഷൻ വന്നു. ഒരുപാട് സായിപ്പന്മാർ എതിർത്തു, പക്ഷെ കമ്പനി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തു. അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് തമ്പുരാനെ കമ്പനി വിട്ടു. അങ്ങനെ തമ്പുരാൻ ഡൽഹിയിൽ ചെന്നു. 1 മാസത്തെ ട്രെയിനിങ് അദ്ദേഹത്തിൻ്റെ സ്കില്ല് കൊണ്ട് 15 ദിവസത്തിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആ കൊണാട്ട് പ്ലേസിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കാശ്മീരി ഗേറ്റിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ പഴയ അന്നത്തെ കാലത്ത് ഈ തൃപ്പൂണിത്തുറ ഭാഗത്തുനിന്ന് ഒരു 3 നമ്പൂതിരിമാർ ബദ്രിനാഥനെ കാണാനായിട്ട് ഒരു യാത്ര പുറപ്പെട്ടിരുന്നു. അവർ ഈ കാശ്മീരി ഗേറ്റിനടുത്ത് വെച്ച് തമ്പുരാനെ കണ്ടതോടുകൂടി ഉണ്ടായൊരു സന്തോഷം. കാരണം തമ്പുരാൻ ബഹുഭാഷാ പണ്ഡിതനാണ്. ഇവർക്കാണെങ്കിൽ ഹിന്ദി ഒന്നും അറിയുന്നില്ല, എല്ലാ ലാംഗ്വേജും തമ്പുരാൻ അറിയാം. ഇവര് പറഞ്ഞു, തമ്പുരാനെ പാതിരാവ് കഴിഞ്ഞൊരു യാമത്തിൽ തമ്പുരാൻ പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങി. എപ്പോഴോ ചെറിയ ബോധം കാറ്റ് പോലെ വരും. രാത്രി കടന്നു വന്നപ്പം പെട്ടെന്ന് തമ്പുരാന്റെ കണ്ണ് തുറന്നപ്പോ തമ്പുരാന് തോന്നി തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നുണ്ടെന്ന് തോന്നി. ശരിയാണ്, അവിടെ ആരോ നിൽക്കുന്നുണ്ട്. ആ രാത്രിയില് മഞ്ഞ് പോലെ വെളുത്തു നീണ്ട താടിയും ജടയുമായി ഒരു സന്യാസി, കാവ്യവേഷധാരി, രുദ്രാക്ഷം അണിഞ്ഞിട്ടുണ്ട്, ചാമ്പല് പൂശിയിട്ടുണ്ട്. തമ്പുരാന്റെ മുഖത്തോട് ആ ഇരുട്ടിൽ മുഖം അടുപ്പിച്ചു കൊണ്ടതിനെ ചോദിച്ചു, തമ്പുരാനേ എന്ന് വിളിച്ചു. കേശവർമ്മ അല്ലേ, പേരെന്താന്ന് ചോദിച്ചത്. മാസനിലാവിനിന്ദിത്ര തങ്കഭസ്മപ്രകാശിതം. കുംഭമാസനിലാവിനിന്ദിത്ര തങ്കഭസ്മപ്രകാശിതം. ഭക്തമാനസ രുദ്രവീണയിൽ മുഗ്ധസംഗീതയാമങ്ങൾ പൂക്കും. കുംഭമാസ നിലാവിനിന്ദിത്ര തങ്കഭസ്മപ്രകാശിതം. ഇന്ദ്രനീലവിഹായസിൽ ദേവ കമ്രനക്ഷത്രശോഭിതം. ഇന്ദ്രനീലവിഹായസിൽ ദേവ കമ്രനക്ഷത്രശോഭിതം. ചന്ദ്രശേഖര നാഗഭൂഷണ ധന്യമാം തിരുവുത്സവം. താളം ഇലത്താളം മദ്ദളമേളം ഇടയ്ക്കാശ്രുതിമേളം സുരഭില ശ്രുതിലഹരിയിൽ തിരുനാൾ സുഗതഹാരത്തുയിലുടത്തുന്നു. കുംഭമാസ നിലാവിനിന്ദിത്ര തങ്കഭസ്മപ്രകാശിതം.